ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ കൗതുകമായി മാറിയിരിക്കുന്ന പേരാണ് വൈഭവ് സൂര്യവംശി. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ബാലതാരം ഇതിനകം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി പുറത്തു വന്ന ഒരു വാർത്തയാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം ഉപയോഗിക്കാൻ വിലക്ക്. വാർത്ത കേൾക്കുമ്പോൾ തന്നെ പലർക്കും സംശയം തോന്നാം. ടീമിൽ ഇടം കണ്ടെത്തിയ ഒരു താരത്തിന് സ്വന്തം ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ പ്രവേശിക്കാൻ പോലും കഴിയില്ലേ? എന്താണ് അതിന് പിന്നിലെ കാരണം? നമുക്കതൊന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ഇംഗ്ലണ്ടും അയർലൻഡും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ T20 പര്യടനത്തിനുള്ള ടീമിൽ വൈഭവ് സൂര്യവംശി ഇടം നേടിയിട്ടുണ്ട്. വെറും 15 വയസ്സിൽ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വിളി ലഭിക്കുന്നത് തന്നെ ചരിത്രപരമായ നേട്ടമാണ്. എന്നാൽ ഇംഗ്ലണ്ടിലെ മത്സരങ്ങൾക്കിടെ അദ്ദേഹം മറ്റ് ഇന്ത്യൻ താരങ്ങളോടൊപ്പം സാധാരണ ഡ്രസ്സിംഗ് റൂം ഉപയോഗിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പകരം അദ്ദേഹത്തിന് പ്രത്യേകം മാറാനുള്ള സൗകര്യം ഒരുക്കും. ഇത് കേട്ടപ്പോൾ ചിലർ കരുതിയത് അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ പ്രത്യേക വിവാദമോ ആണെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഇതിന് പിന്നിൽ ക്രിക്കറ്റ് നിയമങ്ങളോ ശിക്ഷയോ അല്ല. ഇംഗ്ലണ്ടിലും അയർലൻഡിലും നിലവിലുള്ള കുട്ടികളുടെ സുരക്ഷാ ചട്ടങ്ങളാണ് കാരണം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെയും ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിൻ്റെയും സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം 16 വയസ്സിൽ താഴെയുള്ള താരങ്ങൾ മുതിർന്നവരുടെ ചേഞ്ചിങ് റൂം സ്ഥിരമായി ഉപയോഗിക്കാൻ പാടില്ല. അതിനാലാണ് വൈഭവിന് പ്രത്യേക മുറി അനുവദിച്ചിരിക്കുന്നത്. അതിനർത്ഥം അദ്ദേഹം ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്നല്ല. ടീം മീറ്റിംഗിലും തന്ത്ര ചർച്ചകളിലും അദ്ദേഹം പങ്കെടുക്കും. മത്സര സമയത്ത് ഇന്ത്യൻ ടീമിനൊപ്പം തന്നെ ഉണ്ടാകും. പക്ഷേ കളിക്ക് മുമ്പും ശേഷവും വസ്ത്രം മാറുന്ന സമയത്താണ് പ്രത്യേക മുറി ഉപയോഗിക്കേണ്ടത്. അതായത് വാർത്തയുടെ തലക്കെട്ട് കേട്ട് പലരും കരുതുന്നത് പോലെ ഡ്രസ്സിംഗ് റൂമിൽ കയറാൻ വിലക്ക് എന്നതല്ല യാഥാർത്ഥ്യം. ഇതൊരു പ്രായപരിധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നിബന്ധന മാത്രമാണ്. ഇംഗ്ലണ്ടിൽ ഇത്തരം നിയമങ്ങൾ പുതിയതല്ല. ഫുട്ബോളിലും ഇതേ രീതിയിലുള്ള ചട്ടങ്ങൾ നിലവിലുണ്ട്. കുറഞ്ഞ പ്രായമുള്ള താരങ്ങൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നത് അവിടുത്തെ കായിക രംഗത്ത് സാധാരണ രീതിയാണ്. ഇംഗ്ലീഷ് ഫുട്ബോളിലെ ചില യുവതാരങ്ങൾക്കും സമാനമായ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈഭവിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള നടപടിയല്ല ഇത്. ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് സംസാരിക്കാം. ബീഹാറിൽ നിന്നുള്ള ഈ ഇടം കയ്യം ബാറ്റർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സെൻസേഷനാണ്. അണ്ടർ 19 ക്രിക്കറ്റിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച അദ്ദേഹം പിന്നീട് IPLലും തൻ്റെ കഴിവ് തെളിയിച്ചു. ഇന്ത്യ A ടീമിനായി കളിക്കുമ്പോൾ വെറും 11 പന്തിൽ അർദ്ധ സെഞ്ചുറിയും നേടി അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി. ഇത്ര ചെറുപ്പത്തിൽ ദേശീയ ടീമിൻ്റെ വാതിൽ തുറക്കും തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ തെളിവാണ്. BCCIയും വൈഭവിനെ പ്രത്യേക ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും ഒരു കുട്ടിയാണെന്നും അതിനാൽ മാതാപിതാക്കൾ പര്യടനത്തിൽ കൂടെ ഉണ്ടാകുമെന്നും BCCI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനും മാനസിക പിന്തുണ ലഭിക്കാനുമാണ് ഈ തീരുമാനം. ഇത് താരത്തെ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമമായും കാണാം. ഒരു കാര്യം ഓർക്കണം, സച്ചിൻ ടെണ്ടുൽക്കർ അരങ്ങേറ്റം കുറിക്കുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 16 ആയിരുന്നു. എന്നാൽ വൈഭവ് ഇപ്പോൾ വെറും 15 വയസ്സുകാരനാണ്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര താരങ്ങളിൽ ഒരാളാകാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. അതിനാൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള കൗതുകവും പ്രതീക്ഷയും അസാധാരണമാണ്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്. കായികരംഗം ഇന്ന് പ്രകടനത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷ, മാനസികാരോഗ്യം, സ്വകാര്യത, ക്ഷേമം എന്നിവയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണിത്. വൈഭവിന് പ്രത്യേക ഡ്രസ്സിംഗ് റൂം നൽകുന്നത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനല്ല, മറിച്ച് ഒരു പ്രായപൂർത്തിയാകാത്ത താരത്തിന് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാനാണ്. അതിനാൽ വൈഭവിന് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വിലക്ക് എന്ന തലക്കെട്ട് മാത്രം കണ്ടാൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം. യാഥാർത്ഥ്യം എന്തെന്നാൽ അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ്. ടീം മീറ്റിങ്ങുകളിലും മത്സരങ്ങളിലും സജീവമായി പങ്കെടുക്കും.